ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ ഞാൻ കേട്ടില്ല. ഒരു ബോർഡെങ്കിലും ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം. AKG സെന്റർ CPM-ന്റെ പാർട്ടി ഓഫീസാ. അതിന് പാർട്ടി ഓഫീസിന്റെ ബോർഡ് എന്താ വെക്കാത്തത്? AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന ബോർഡ് വെക്കാനുള്ള തന്റെ ഇടം അവർക്കില്ല. ഇത്തരം സാമാന്യ മര്യാദകളില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കരുത്. അത് മേയർ അല്ല, ഇനി ഏത് പൊന്നുതമ്പുരാനായാലും ഇത്തരം ചർച്ചകളിൽ സാമാന്യ മര്യാദ പാലിക്കണം. ഏത് മേയറായാലും ഒരു മര്യാദ വേണ്ടേ. നമസ്കാരം. കഴിഞ്ഞ ജൂൺ മാസം 30-ന് അർദ്ധരാത്രി AKG സെന്റർ ആക്രമിക്കപ്പെടുന്നു. 57-ാം നാൾ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ ആര്യ രാജേന്ദ്രൻ, എന്തുകൊണ്ടാണ് RSS BJP എന്ന് CPM ആരോപിക്കുന്നത്? എന്നെ എങ്ങനെ രക്ഷിക്കുന്ന അച്ഛൻ പറയണേ. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? 1.5 വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് BJP നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? അല്ല എന്താ? ഇതൊക്കെ തന്നെ. ഞാനും വികസിക്കണം, എനിക്ക് ചുറ്റുമുള്ളവരും വികസിക്കണം. കൗൺസിൽ യോഗത്തിനകത്തടക്കം അത്തരം പ്രശ്നങ്ങളാണ് നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇന്നലെ LDF-ന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയാണ് നാം ഓർക്കേണ്ടത്, ഒരു ഔദ്യോഗിക പരിപാടിയല്ല. LDF-ന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയായിട്ടുള്ള വികസന മുന്നേറ്റ ജാഥ ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. വഞ്ചൂർ വാർഡിൽ സ്വീകരണ പരിപാടികൾ നടന്ന് ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ വാർഡ് കൗൺസിലർ ആയിട്ടുള്ള ഗായത്രിയെ, ശ്രീമതി ഗായത്രി ബാബുവിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് തോന്നുന്നില്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. തുടർന്ന് രാത്രി 2 മണിയോടുകൂടി, വെളുപ്പിന് 2 മണിയോടുകൂടി നമ്മുടെ പാർട്ടിയുടെ CPM-ന്റെ ഓഫീസ് ആക്രമിക്കുക എന്നത് ഒരു തുടർച്ചയായ സംഭവം എന്ന് ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ന് അതിന്റെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമം അഴിച്ചുവിട്ടപ്പോൾ അതിൽ നമ്മുടെ പ്രവർത്തകർ, ആ പാർട്ടിയുടെ പ്രവർത്തകർ സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ CPM എന്ന പ്രസ്ഥാനമാണ്. അത് നേരത്തെ AKG സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലും ഇന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള അക്രമത്തിലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും ആവർത്തിച്ച് നമ്മുടെ സഖാക്കളോട് സൂചിപ്പിച്ചത് എല്ലായിടത്തും പ്രതിഷേധ ധർണകൾ നടത്താം, പക്ഷേ ഒരു തരത്തിലേക്കുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത്. ജനങ്ങളെ ഭയത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറല്ല, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ആരും തയ്യാറാകില്ല എന്ന് പറഞ്ഞ പാർട്ടി ആണ് CPM എന്ന പ്രസ്ഥാനം. சூப்பர் ஜோக். அதுதான் சொன்னேன். ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க. உதப்பானுங்க. ஓதேரிக்கு நிறைய கிடைச்சிருக்கு. அப்படியும் தெரிஞ்சல. ഒരു ബോർഡെങ്കിലും ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവിടെ ഒരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിൽ ചില ആളുകൾ സംഘടിതമായി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് ABVP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യബോധമാണുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. 1, 2, ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നു. എല്ലാവരും ഇവിടെ ABVP-യുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം CPM അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ചു നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ. ഭയങ്കരം തന്നെ. അതൊരു ഓഫീസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടമാണോ? നിയമവിരുദ്ധമായി ചില ആളുകൾ അവിടെ ഓഫീസ് നടത്തുന്നുണ്ട് എന്ന വിഷയം അപ്പൊ നിയമത്തിന് വിധേയമല്ലാതെ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന പാർപ്പിട ആവശ്യത്തിന് എന്ന് നഗരസഭയുടെ വരുമാനത്തിൽ, നഗരസഭയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സെക്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കെട്ടിടം ഓഫീസാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ പ്രവണതയാണ് എന്നുകൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കണം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ശ്രീ VV രാജേഷ്, ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം. AKG സെന്റർ CPM-ന്റെ പാർട്ടി ഓഫീസാ. അതിന് പാർട്ടി ഓഫീസിന്റെ ബോർഡ് എന്താ വെക്കാത്തത്? ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും.
AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന ബോർഡ് വയ്ക്കാനുള്ള തന്റെ ഇടം അവർക്കില്ല. അതല്ല ഉദ്ദേശം, പക്ഷേ ഇവിടുത്തെ നഗരസഭ ഇത്രയും കാലം നടപടിയെടുത്തോ? ഇത്രയും കാലം തീരുമാനിച്ചോ? ഇത്രയും കാലം എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. തിരുവനന്തപുരത്തെ 100 കണക്കിന് സ്ഥാപനങ്ങൾ ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ ഇടമുണ്ടോ നാളെ രാവിലെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യമുണ്ടോ? എല്ലാരും വിളിച്ചു. അങ്ങനെയുള്ള തന്റെ ഇടമുണ്ടെന്ന് പറയണം. പതിറ്റാണ്ടുകളായി കുടുംബ സ്വത്ത് പോലെയും പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും വിഹിതം പറ്റിക്കൊണ്ടും പൊതുമുതൽ 100 കണക്കിന് സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും പ്രവർത്തിക്കുന്നുണ്ട്. AKG സെന്റർ നാളെ ഒഴിപ്പിക്കേണ്ടി വരും. ഞാൻ കുറച്ച് ഓവറായില്ലേ? AKG സെന്റർ നാളെ ഒഴിപ്പിക്കേണ്ടി വരും. ഈ നിയമം ശക്തമായിട്ട് നടപ്പിലായി കഴിഞ്ഞു. അതുകൊണ്ട് ആ ഭാഗമൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. DYFIയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട്, ഉന്നതകുല ജാഥയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട് ആ കേസന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് ഇപ്പൊ വിജിലൻസിന്റെയും കയ്യിൽ കൊടുത്തിട്ട് ആ അന്വേഷണ റിപ്പോർട്ടിൽ അടയിരിക്കുകയാണ്. ഒരു തെളിവുകൾ പോലും കൊടുക്കാതെ മുക്കി വെച്ചിരിക്കുക ഈ നഗരസഭ. കള്ളന്മാരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. ആ ഭരണ സംവിധാനത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് റോഡുകൾ കുഴികളായി കിടക്കുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ജനപ്രതിനിധിക്ക് നിവേദനം കൊടുക്കുന്നത്. അപ്പൊ എന്തിനാ അസ്വസ്ഥരാകുന്നത്? വേറൊരു കാര്യം, എന്തോ പരാമർശം മാധു എത്രയോ വർഷം കൊണ്ട് മാധ്യമ ചർച്ചകളിലും പ്രസംഗത്തിലും ഒക്കെ പ്രസംഗിക്കുക ചെയ്യുന്ന ആളാണ് ഞാൻ. വ്യക്തമായിട്ട് ഉത്തമ ബോധ്യത്തോടെയാണ് പരാമർശങ്ങൾ നടത്തുന്നത്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഞാനിന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി. ഞാനൊരു സിസ്റ്റത്തിന്റെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞില്ല, ആ പോസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു സിസ്റ്റത്തിന്റെ പക്വതയില്ലായ്മ തുറന്നു കാട്ടാൻ വേണ്ടി ഞാൻ സംസാരിച്ച് പത്രസമ്മേളനം നടത്തി. അതെനിക്ക് ഇഷ്ടമില്ല. അത് പൊതുസമൂഹത്തിൽ ലഭ്യമാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പക്വത. അപ്പോൾ എന്തിനാണ് അച്ഛൻ പത്തായത്തിലില്ല അത് പറഞ്ഞത്? എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. എന്തിനാണ് എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? ഞാനൊരു സിസ്റ്റത്തിന്റെ പക്വതയില്ലായ്മ, കഴിവില്ലായ്മ, ആ കഴിവില്ലായ്മ കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഒരു നഗരം വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥ, ആ സാഹചര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കും. അല്ലാതെ വിജയരാഘവൻ രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള തോന്നിയാസങ്ങളാണ് ഞാൻ പറയുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ ചർച്ചയിൽ ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. ഞാൻ സിസ്റ്റത്തെയാണ് എപ്പോഴും, ആ സിസ്റ്റത്തെയും ആശയത്തിന്റെ പരാജയത്തെയുമാണ് പറയുന്നത്. ഈ ചർച്ച VV രാജേഷിനോട് അംഗം വിട്ടാനുള്ള ചർച്ചയല്ല. അങ്ങനെ ആക്കിയതിനെ ലാഘവ ബുദ്ധിയോടെ കാണരുത്. അത് ആശയ പാപ്പരത്വമാണ്, അത് രാഷ്ട്രീയമായി പക്വതയില്ലായ്മയാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.